ഈശോയിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണല്ലോ നമ്മൾ ധ്യാനിക്കുക. സുവിശേഷത്തിലെ ഈ അധ്യായത്തിലെ പത്രോസാണ് മുഖ്യ കഥാപാത്രം. അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പത്രോസിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ആ മീൻ അതിൻ്റെ പെരുപ്പം നൽകി, അതിൻ്റെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും അത്? പത്രോസിന് തൻ്റെ ജോലിയിൽ തന്നെ അവന് മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. അവന് വലിയ കഴിവുണ്ട്. മാനുഷികമായിട്ട് നോക്കുമ്പോൾ തന്നെ അവന് വലിയ കഴിവുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തണം. കാരണം പത്രോസ് ആകെ ജീവിതത്തിൽ നഷ്ടധൈര്യനായിട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പസ്തോലന്മാരുടെ നേതാവ് എന്നുള്ള സ്ഥാനം മറന്ന് മുന്നോട്ട് പോയി ജീവിച്ചു. അതൊക്കെ വലിയ കുറ്റബോധം പത്രോസിൽ ഉളവാക്കുന്നുണ്ട്. അപ്പോൾ സഭയുടെ അജപാലകനായിട്ട് പത്രോസിനെ നിയമിക്കുന്നതിന് മുമ്പായി ഈശോ പത്രോസിനെ ഒന്ന് എംപവർ ചെയ്യുകയാണ്, ഒന്ന് ശക്തിപ്പെടുത്തുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പ്രത്യേകമായിട്ട് ശക്തിപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഒരു ആത്മപരിശോധനയ്ക്ക് പത്രോസിനെ സഹായിക്കുക കൂടിയാണ്. 15-ാം വാക്യത്തിൽ പ്രകാരമാണ് നമ്മൾ കാണുക. യോഹന്നാൻ്റെ പുത്രനായ ശെമയോനെ, പത്രോസ് എന്നല്ല വിളിക്കുന്നത്. പത്രോസ് എന്ന് പറഞ്ഞാൽ പാറ എന്നാണ് അർത്ഥം. ഈശോയുടെ സഹനവേളയിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ പത്രോസിന് സാധിച്ചില്ല എന്നുള്ള ഒരു സൂചന കൂടി നമ്മളിവിടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. 3 കാര്യങ്ങളാണ് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഈശോയുടെ സ്നേഹത്തിൻ്റെ 3 ഭാവങ്ങൾ. ഒന്ന്, നമ്മൾ കാണുക സ്നേഹത്തിൻ്റെ ആഴമാണ്. ഈശോയെ നമ്മൾ എപ്രകാരം സ്നേഹിക്കുന്നു, പത്രോസ് എപ്രകാരമാണ് ഈശോയെ സ്നേഹിക്കുന്നത്? ഈശോയുടെ ചോദ്യം വളരെ അർത്ഥപൂർണമാണ്. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. മറ്റ് ശിഷ്യന്മാരെക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കും. അവരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസിന് ഒരിക്കൽ കൂടി കർത്താവ് വലിയ അവസരം നൽകുകയാണ്. നിന്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമായിട്ട് പരസ്യമായിട്ട് പറയാൻ വലിയ അവസരം നൽകുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം ഇവയേക്കാൾ എന്നാണ്. നിൻ്റെ മറ്റെല്ലാ സ്ഥാനമാനങ്ങളെക്കാളും പദവികളെക്കാളും സമ്പത്തിനേക്കാളൊക്കെ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? അവിടെ പശ്ചാത്തലത്തിൽ സമൃദ്ധിയായിട്ട് മീൻ കിട്ടി. അതൊക്കെ പത്രോസിനെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഒരുപക്ഷെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയാൽ വലിയ വിജയമുണ്ട്, കരിയറിന് വലിയ സ്ഥാനമുണ്ട്. അതൊക്കെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇതൊക്കെ ഒരു വലിയ പ്രലോഭനമായിട്ട് പത്രോസിൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഈശോയുടെ ചോദ്യത്തിന് മുമ്പിൽ പത്രോസ് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയെ സ്നേഹിക്കുമ്പോൾ നാം എന്തൊക്കെ ഈശോയ്ക്ക് വേണ്ടി വിട്ടുപേക്ഷിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു ആന്തരികമായിട്ടുള്ള കോമ്പറ്റീഷനാണ്, ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ. കർത്താവിന് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ. ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ഉപേക്ഷിക്കുന്നു? പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഈശോയെ എത്രമാത്രം ആഴത്തിൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൽ നിറയാൻ പത്രോസിന് സാവകാശമാണെങ്കിലും സാധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും വ്യക്തമായ തീരുമാനങ്ങളെടുത്ത് ഈശോയോടൊപ്പമായിരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒന്നാമത് നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നത് ഈശോ സ്നേഹിക്കുന്ന വിധമാണ്, അല്ലെങ്കിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്ന വിധമാണ്. അവിടെ പ്രധാനമായിട്ടും 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അഗാപ്പാസ്, ഫീലോ. അഗാപ്പേ, ഫീലിയ എന്നുള്ളത് നമുക്കറിയാവുന്ന 2 വാക്കുകൾ. അഗാപ്പേ എന്ന് പറയുമ്പോൾ നിരുപാധികമായ എല്ലാം സമർപ്പിക്കുന്ന സ്നേഹമാണ്. ഫീലിയ എന്ന് പറയുന്ന സാധാരണ സ്നേഹം, സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം. ഈശോ ചോദിക്കുന്നത് അഗാപ്പാസ്മേ എന്നാണ്. എല്ലാം വിട്ട്, എല്ലാം ഉപേക്ഷിച്ച് വലിയ സമർപ്പണത്തോടെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസിൻ്റെ ഉത്തരം ഫീലോത്തെ, ഞാൻ നിന്നെ
ഒരു സുഹൃത്തിനെ പോലെയാണ് സ്നേഹിക്കുന്നത്, അതുപോലെ എനിക്ക് പറ്റിയിട്ടുള്ളൂ എന്നാണ് പത്രോസ് ഈശോയോട് പറയുക. 2 പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചോദ്യവും ഉത്തരവും. 3-ാമത്തെ പ്രാവശ്യം കർത്താവ് ചോദിക്കുന്നത് ഫിലേയിസ്മേ എന്നാണ്. പത്രോസിൻ്റെ സുഹൃത്തിനെ പോലെയുള്ള സ്നേഹമെങ്കിലും തനിക്ക് കിട്ടിയാൽ മതി എന്ന് പറയുന്നത് പോലെ നമുക്ക് തോന്നും. പത്രോസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം ആദ്യം പത്രോസിന് വലിയ വിഷമമുണ്ടാകുന്നു, അല്ലെങ്കിൽ ദുഃഖമുണ്ടാകുന്നു. കാരണം തൻ്റെ കുറവുകൾ, സ്നേഹത്തിലെ കുറവുകൾ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. പക്ഷേ കുറവുകളെ നിറവുകളാക്കുന്ന ഈശോയാണ് എന്ന് ഉള്ള ഓർമ്മ പത്രോസിനുടനെ വരുന്നു. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നീ എല്ലാം അറിയുന്നു കർത്താവേ. ആ ഒരു വചനം, ആ ഒരു വാക്ക് തോമാശ്ലീഹ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പ്രകാശനമാണ്. എൻ്റെ കർത്താവിന് എല്ലാം അറിയുന്നു, എൻ്റെ സ്നേഹക്കുറവും എൻ്റെ സ്നേഹവും നീ അറിയുന്നു. അപ്പോൾ കൂടുതൽ സ്നേഹിക്കാനുള്ള ആ വലിയ തീരുമാനത്തിലാണ് പത്രോസ് അപ്രകാരം പറയുന്നത്. ഈശോ ഒരിക്കലും പത്രോസിനോട് നീ മനസ്തപിക്കുന്നുവോ എന്നൊന്നും ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ നീ എനിക്ക് വാക്ക് തരുന്നോ എന്നും ചോദിക്കുന്നില്ല. നിൻ്റെ ഹൃദയം മാത്രം മതി, നിൻ്റെ സ്നേഹം മാത്രം മതി, സ്നേഹത്തിൽ ആഴപ്പെടാനുള്ള നിൻ്റെ ആഗ്രഹവും തീരുമാനവും മാത്രം മതി. ഇതാണ് പത്രോസിനോട് ഈശോ പറയുന്നത്. പത്രോസിൻ്റെ ആ ഒരു മഹത്വം എന്ന് പറയുന്നതും ഈ സ്നേഹത്തിൽ വളരാനുള്ള തീരുമാനമാണ്. 3-ാമത് നമ്മൾ ചിന്തിക്കുക ഈ സ്നേഹത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ളതാണ്. കർത്താവ് പറയുന്നു, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം നീ ഈശോയ്ക്ക് വേണ്ടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നിൻ്റെ ജോലികളിൽ നിന്ന് പിന്മാറാതിരിക്കുക. സഭ യേശുവിൻ്റേതാണ്. എൻ്റെ ആടുകളെ മേയ്ക്കാനാണ് പറയുന്നത്. കർത്താവിൻ്റെയാണ് സഭ, കർത്താവിൻ്റെ സ്വന്തമാണ് സഭ. ആ ഒരു വലിയ ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകണം. കുറിയാക്കോസ് എന്നുള്ള വാക്ക്, ആ വാക്കിൽ നിന്നാണ് കെർക്ക്, ചർച്ച് എന്നുള്ള വാക്കുണ്ടാകുന്നത്. കുറിയാക്കോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കർത്താവിൻ്റെ സ്വന്തം എന്നുള്ളതാണ്. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വന്തമാണ്. അതുതന്നെയാണ് കർത്താവ് പറയുന്നത്, എൻ്റെ ആടുകൾ. അപ്പോൾ എൻ്റെ ആടുകൾ മേയ്ക്കാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം പത്രോസിന് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ആ ആടുകളെ മേയ്ക്കുന്ന ജോലി ഏറ്റെടുക്കുമ്പോൾ വലിയ സഹനങ്ങളും ഉണ്ടാകും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തെ പറ്റിയിട്ടുള്ള സൂചനകൾ വളരെ വ്യക്തമായിട്ട് തരുന്നു. നമുക്കറിയാം, പാരമ്പര്യത്തിൽ നിന്ന് പത്രോസ് ക്രൂശിലാണ് മരിച്ചത്. പക്ഷേ തലകീഴായി മരിക്കുന്നു. യേശുവിൻ്റെ പോലെ മരിക്കാൻ തനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് മരിക്കുകയാണ്. ഈശോയുടെ മരണത്തിന് 38 വർഷങ്ങൾക്ക് ശേഷം പത്രോസും അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവൻ വെടിയുകയാണ്. അങ്ങനെയാണ് പത്രോസിന് യേശുവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കുക. മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പത്രോസിനോട് എന്നെ അനുഗമിക്കുക. ആ 3 വർഷം മുമ്പ് നടത്തിയ ആ ആഹ്വാനം ഇപ്പോഴാണ് പൂർത്തിയാകുന്നത്. ഇവിടെ കർത്താവ് പറയുന്നു, യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്, എന്നെ അനുഗമിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ അവിടെ തുടർച്ചയായിട്ടുള്ള അനുഗമിക്കലാണ്, അതിനിടയിൽ ബ്രേക്കില്ലാത്ത അനുഗമിക്കലാണ്. അപ്പോൾ പത്രോസ് ഈ യേശുവിനെ അനുധാവനം ചെയ്യുന്നതിൽ ഇനി ഉപേക്ഷ വരുത്തരുത്. കാരണം വലിയ ഉത്തരവാദിത്തങ്ങൾ പത്രോസിനെ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയെ സ്നേഹിക്കുമ്പോൾ നമുക്കും കർത്താവ് ചില ദൗത്യങ്ങൾ നൽകുന്നു, ചില ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു. അത് ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും സഹനങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ അതെല്ലാം വഴിയായിട്ടാണ് ഈശോയെ ആത്മാർത്ഥമായിട്ട് അനുഗമിക്കാൻ നമുക്ക് സാധിക്കുക. അതിലൊരു ബ്രേക്കില്ല, അതിൽ എപ്പോഴും തുടർച്ചയുണ്ടാകണം എന്നുകൂടി കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസം യേശുവിൻ്റെ സ്നേഹത്തിൽ വളരാം, ആ ആഴത്തിൽ നമുക്ക് നിറയാം, ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിക്കാം. ആ സ്നേഹം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈശോയ്ക്ക് വേണ്ടി നൽകാം. ഈശോ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ.
എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.